Hi students, welcome to Beauty of Maths. അങ്ങനെ സെമസ്റ്റർ 2ൻ്റെ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം സെമസ്റ്റർ 2ൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം. സെം 2ൻ്റെ ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞാൻ കണ്ടിട്ടില്ല. മാത്സിൻ്റെ എക്സാമിനേഷൻ മാത്സ് മെയിൻകാരുടെ ആയാലും കോംപ്ലിമെൻ്ററി മാത്സുകാരുടെ ആയാലും, കോംപ്ലിമെൻ്ററി മാത്സ് മീൻസ് എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ മൂന്ന് പേരുടെയും കോംപ്ലിമെൻ്ററി മാത്സ്, അതുപോലെ തന്നെ മാത്സ് മെയിൻകാർ, ഇത്രയും പേരുടെ മാത്സിൻ്റെ പേപ്പർ ഒരുപോലെ ഇത്രയും എളുപ്പമാകുന്ന ഒരു എക്സാമിനേഷൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കാര്യം 3-4 ബാച്ചുകാരുടെയും എക്സാമിനേഷൻ വളരെ ഈസി ആയിരുന്നു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാര്യം എനിക്ക് തോന്നുന്നു ഈ 3 വർഷ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചാണ് നിങ്ങളുടെ ജൂനിയേഴ്സ് 4 ഇയർ ഡിഗ്രി ഫസ്റ്റ് ബാച്ചാണല്ലോ. ഈ 3 ഇയർ ഡിഗ്രി ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എഴുതി പാസ്സായി പോകട്ടെ, ഇനി സപ്ലിമെൻ്ററി വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഒരുപക്ഷെ ഇത്രത്തോളം ക്വസ്റ്റ്യൻ എളുപ്പമാക്കിയതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ എന്ത് തന്നെയാലും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. എന്തായാലും ഒരുവിധം കാര്യമായിട്ട് പഠിച്ചുകൊണ്ടവർക്കൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കാര്യം കൂടുതൽ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസോ എക്സസൈസ് ക്വസ്റ്റ്യൻസോ ഒന്നുമില്ലായിരുന്നു. 99% ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. ഇനി നമ്മളുടെ സെം 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെം 3യുടെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം, കൂടുതലൊന്നുമില്ല, 1-2 കാര്യങ്ങൾ. അതായത് നമ്മുടെ സെം 3 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുത്ത് പഠിച്ചു തുടങ്ങുക. കാര്യം നമുക്ക് സെം 2 കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്, എക്സാമിനേഷനൊക്കെ നീട്ടി വന്നത്. ഓക്കെ, സെം 3യുടെ ക്ലാസ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു, ഇപ്പം കുറച്ച് ഡിലേ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻസിന് ഈ ഒരു അത്രത്തോളം ഡ്യൂറേഷൻ, ഈ S2ൻ്റെ എക്സാമിനേഷൻ വൈകി എന്നുള്ളത് കൊണ്ട് S3യുടെ ഡ്യൂറേഷൻ കൂടണം എന്നില്ല. ഓക്കെ, കറക്റ്റ് സമയത്ത് തന്നെ അവർ എക്സാമിനേഷൻ നടത്തും. അതുകൊണ്ട് നമുക്ക് ഒരു മിനിമം ടൈമേ S3 പഠിക്കാൻ കിട്ടത്തുള്ളൂ. അന്നേരം കാര്യമായിട്ട് നേരത്തെ അഡ്മിഷൻ എടുത്ത് എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഞാൻ മാത്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ബാച്ചുകാർക്കാണ്, മാത്സ് മെയിൻകാർക്ക്, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അറിയാമല്ലോ എന്തൊക്കെ വരും എന്നുള്ളത്. പിന്നെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും ക്ലാസ്സുകളാണ്. ഈ എല്ലാ ക്ലാസ്സുകളും ഈ സെമ്മിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ മാത്സ് മെയിൻകാരുടെ മാത്സ് ആയാലും കോംപ്ലിമെൻ്ററി സ്റ്റാറ്റും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡ് ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്. അഡ്മിഷൻ എടുത്താൽ മതി. പെർ സബ്ജക്റ്റ് ഫീസ് 1500 ആണ് ഫീസ്. നോർമലി ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെമ്മിലെ ഫീസ് അത് തന്നെയാണ്. പിന്നെ സെം 3 ആകുമ്പോഴത്തേക്ക് സെം 2 പോലെയല്ല, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പഠിക്കാനുണ്ട്, കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അന്നേരം അത് നേരത്തെ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരുവിധം എന്തെങ്കിലുമൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മാത്തമാറ്റിക്സും കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി മാത്സിൻ്റെതും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ 2 സെമസ്റ്ററിൽ പഠിച്ചതുപോലെയല്ല, അല്പം ബുദ്ധിമുട്ടാണ് കോംപ്ലിമെൻ്ററി മാത്സ്. കുറച്ച് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ മൊഡ്യൂളും ഇത്തിരി അത്യാവശ്യം ഡെപ്താണ് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അന്നേരം അവരുടെ അടുത്ത് ഞാനോട് ഓർമ്മിപ്പിക്കുകയാണ്, അഡ്മിഷൻ എടുക്കുന്നവർ പരമാവധി, എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പരമാവധി നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുക. അവസാനം വന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിച്ച് തീർക്കാനായിട്ട് പറ്റത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾ സിലബസ് ഇത്തിരി ഉണ്ട് കാര്യമായിട്ട് പഠിക്കാനായിട്ട്. അന്നേരം കൃത്യമായിട്ട് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കണം. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ പരമാവധി ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് എടുത്ത് തുടങ്ങാവുന്നതാണ്, പഠിച്ചു തുടങ്ങുമോ. ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പരമാവധി നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്ത് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. സെമസ്റ്റർ 2ൻ്റെ എക്സാമിനേഷൻ പോലെ സെമസ്റ്റർ 3യും എളുപ്പമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.